സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് മനീഷ് മഹിവാൽ തത്സമയം ചേരുന്നു. പറയൂ മനീഷ്, ഗുഡ് മോർണിംഗ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ ഭാഗമായിട്ടാണ് അതായത് ഈ ഒക്ടോബർ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയും മഴയോടും അതിശക്തമായ കാറ്റോടുകൂടിയുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണ മഴ പെയ്യാനുള്ള, അതായത് ഈ മാസം സാധാരണഗതി മഴ ലഭിക്കുന്നൊരു മാസം തന്നെയാണ്. പക്ഷേ അതിന് മുൻപായി തന്നെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനവും ഈ ചക്രവാത ചുഴിയുടെ ഭാഗമായി തന്നെയാണ് ഈ ഒക്ടോബർ മാസം ആദ്യ വാരം തന്നെ, അതായത് ഈ ആദ്യത്തെ 2 ആഴ്ച സാധാരണഗതിയിൽ മഴ ശക്തി പ്രാപിക്കാത്തതാണ്. പക്ഷേ ഇത്തവണ ഈ ആദ്യത്തെ 2 ആഴ്ച മഴ ഉണ്ടാകും, ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല തെക്കൻ തമിഴ്നാട്ടിലും മഴയുടെ സാധ്യത, മഴയുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം മാഹിയിൽ, അതായത് കേരളത്തിന് ഒപ്പം തന്നെ മാഹിയിലും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യുക. മാഹിയിലും അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതായത് ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, മലപ്പുറം എന്നീ 4 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലുണ്ട്. അതായത് തിങ്കളാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും മഴ സാധാരണഗതിയിൽ ഈ മാസം അവസാനം ഉണ്ടാകുന്നതാണ്. പക്ഷേ തുലാവർഷ മഴയ്ക്ക് മുൻപ് തന്നെ ഈ രീതിയിൽ പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനം അത് തുടരുകയാണ്. തുലാവർഷത്തിന് മുന്നോടിയായി തന്നെ ഈ ആഴ്ച വടക്ക് കിഴക്കൻ ദിശയിലേക്ക് ഈ കാറ്റിൻ്റെ വേഗതയും ചക്രവാത ചുഴിയും മാറുന്നതിൻ്റെ ഭാഗമായി തന്നെ തുലാവർഷ മഴ എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, തുലാമഴയ്ക്ക് ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ഈ 55% 5 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടും ഒപ്പം തന്നെ തീരദേശത്ത് ജാഗ്രത വേണം. മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെ, അതായത് കേരളം, കർണാടക തുടങ്ങിയ തീരങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.